അങ്ങനെ സൈന്യത്തിന്റെ ആദ്യ സംഘം നമ്മുടെ പ്രതിനിധികളായ രാഗനും ഗോകുലും ഒക്കെ ആ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. എന്താണ് ഇന്ന് അവിടെ തെരച്ചിലിന്റെ ഭാഗമായി നടക്കുക, ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ തത്സമയം നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മുടെ മാതൃഭൂമി സംഘം അവിടെ സജ്ജമാണ്. അരുൺ അമൃതനാഥ് ഇപ്പോൾ ചൂരൽമലയിലെ വില്ലേജ് ഓഫീസ് പരിസരത്ത് ഏറെ ദുഷ്കരമായ ദൗത്യം നടക്കേണ്ട ഇടത്തു നിന്നും ഒപ്പം തുടരുകയാണ്. അരുൺ, അവിടെ ദൗത്യം എങ്ങനെ പുരോഗമിക്കുന്നു? എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? മോത്തി, ഇതാ ദൃശ്യങ്ങളിൽ കാണാം സൈന്യത്തിന്റെ ഒരു സംഘം ഈ രക്ഷാപ്രവർത്തകർക്ക് അനുഗമിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തിയിരിക്കുന്നു. ഇവിടുത്തെ സ്ഥിതിഗതി വിലയിരുത്തുകയാണ്. പ്രധാനമായും ഈ മരങ്ങൾ പാറകളും ഒക്കെ വന്ന് അടിഞ്ഞുകൂടിയ പ്രദേശമാണ്. ഒരു മല മുഴുവൻ പതിച്ച മേഖലയാണിത്. അപ്പോൾ എങ്ങനെയായിരിക്കണം ഇവിടുത്തെ രക്ഷാപ്രവർത്തനം, എന്തൊക്കെ യന്ത്രങ്ങൾ വേണം, ഏതൊക്കെ പ്രദേശത്തിലൂടെ ഇതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കണം, ആ വിലയിരുത്തലിലേക്കൊക്കെ പോവുകയാണ്. ആദ്യഘട്ടത്തിൽ ഈ മണ്ണുമാന്തി യന്ത്രം ഇങ്ങോട്ടേക്ക് എത്തിക്കും. ഇവിടെയാണ് ഇന്നത്തെ ഒരു പ്രധാന തെരച്ചിൽ നടക്കുന്ന ഒരു മേഖല എന്ന് തന്നെ വിശേഷിപ്പിക്കുന്ന ഒരിടം തന്നെയാണ് ഈ ഭാഗം എന്നുള്ളത്. അപ്പുറത്ത് നമുക്ക് നീരൊഴുക്ക് കാണാം. ഇതിന് ഇപ്പുറത്തായാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായി തന്നെ പറയാൻ ഏത് ഗതിയിലായിരിക്കും എന്നുള്ള കാര്യങ്ങൾ വിലയിരുത്താൻ രക്ഷാപ്രവർത്തകരിലെ ഒരു അംഗം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയായിരിക്കും ഇന്നത്തെ ഒരു ദൗത്യം? കാരണം ഇത്തരത്തിലൊരു പ്രതിസന്ധി നിൽക്കുന്ന ഒരു ഘട്ടമുണ്ട്. അപ്പോൾ എന്താണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇവിടെ നമ്മൾക്ക് ഇപ്പോൾ ഞങ്ങൾ 6 മണിക്ക് തുടങ്ങിയതാണ്. പക്ഷേ ഇത് 7:30 ആയിട്ടും ഇവിടേക്ക് വേണ്ട ഞങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഇന്നലെ നമുക്ക് ഇറ്റാച്ചി തന്നെ അവൈലബിൾ ആയിട്ടുള്ളത്. അങ്ങനെ ഇറ്റാച്ചി വന്ന് ഇതുവരെയായിട്ട് ഇപ്പോൾ സമയം 7:30 മണിയായി. നല്ല മൂടൽമഞ്ഞുണ്ട്. മൂടൽമഞ്ഞുള്ള സമയത്തും കൂടി ഇവിടേക്ക് ഇറ്റാച്ചിയുടെ മിഷനറിയുടെ വലിയ മിഷനറികളൊന്നും ഇതുവരെയായിട്ട് എത്തിയില്ല. എന്തായാലും ഫോഴ്സ് എത്തിയിട്ടുണ്ട്. അതന്നെ ഇന്നലെ ആവശ്യപ്പെട്ട പ്രകാരം ഇവിടെയുണ്ട്. കാരണം ഇന്നലെ ഞങ്ങൾ രാത്രി തിരിക്കും നിർത്തുമ്പോൾ 6:30 മണിയാണ്. 6:30 മണിക്ക് നിർത്തുമ്പോൾ തന്നെ ഇതിൻ്റെ അടിയിൽ നിന്ന് ഇന്നലെ തന്നെ ചെറിയ ചെറിയ തോതിൽ ദുർഗന്ധം നമുക്ക് സ്മെല്ലടിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അത് കൂടുതലാണ്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ ഇനിയും മൃതദേഹങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനി വലിയ മിഷനറികൾ എത്രയും പെട്ടെന്ന് അധികൃതരുടെ ഭാഗത്തു നിന്ന് എത്തിക്കണം. എന്നിട്ട് അപ്പോഴേ നമുക്ക് തെരച്ചിലിന് നമുക്ക് നിലവിൽ എന്താണ് ഏറ്റവും അനിവാര്യമായത്? ഈ മണ്ണ് ഇങ്ങോട്ടേക്ക് നീക്കുക എന്നുള്ളതാണ്. അതിന് മണ്ണുമാന്തി യന്ത്രങ്ങൾ ആവശ്യം. അങ്ങനെയാണ്. ഇതിൽ കാര്യമായിട്ട് മണ്ണല്ല ഇവിടെ കിടക്കുന്നത്, വലിയ തടികളാണ്. കാരണം ആ മലമുകളിൽ നിന്ന് വന്ന തടികൾ ഫുള്ള് ഇവിടെ ഇങ്ങനെയല്ലായിരുന്നു. ഇവിടെ അതുപോലെ തന്നെ തേയിലത്തോട്ടങ്ങളായിരുന്നു ഒരു ഭാഗം വരെ. അത് മണ്ണ് ആ മലയിൽ നിന്ന് മണ്ണ് ഇങ്ങോട്ട് ഒഴുകി വന്നതാണ് ഇവിടെ. കാരണം ഇവിടെ ചുഴറ്റി അടിച്ച് വെള്ളമെല്ലാം നദിയിലോട്ട് ഒഴുകിപ്പോയി. അപ്പോൾ സൈന്യത്തിന്റെ ഒരു നിർദ്ദേശം എന്താണ്? സൈന്യം ഏത് തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ഏകോപിപ്പിക്കാൻ ലക്ഷ്യമിടുന്നുണ്ടാവുക ഈ മേഖലയിൽ? സൈന്യം ഇപ്പോൾ വുഡ് കട്ടർ അവരെ കയ്യിലെല്ലാം ആയുധങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ അവര് അതിന് വേണ്ട മുൻകരുതലോട് കൂടി ഇന്നലെ അവരോട് രഞ്ജിത്ത് ഇസ്രായേലിലും ഉണ്ട്, അവരോടൊക്കെ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഇന്ന് ഈ ഒരു സൈന്യം ഇവിടെ എത്താൻ കാരണം. അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് ഈ മണ്ണ് ഇവിടുന്ന് ആദ്യം മാറ്റണം അല്ല? എന്നിട്ട് ഇവിടെ ചളി കുറവാണെങ്കിൽ പോയിട്ട് ഇവിടെ ഈ മരത്തടികളാണ് കൂടുതൽ. നിങ്ങൾക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാമല്ലോ, ഒരു ആഴത്തിൽ തന്നെ. ഇപ്പൊ ഈ വീട് എടുത്താൽ കാണാം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഒരു വീടിന്റെ ടെറസിന്റെ മണ്ടയിലാണ്. ആ ടെറസിന്റെ മണ്ടയിൽ വരെ മരത്തടികൾ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ആഘാതം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അതായത് ഒരു പ്രദേശം മൊത്തം വന്ന് അടിഞ്ഞു ചേർന്ന ഒരു സ്ഥലമാണ്. അതെ, എല്ലായിടത്തേക്കും വെള്ളമാണ് ഒഴുകി പോയിട്ടുള്ളത്. ഇങ്ങോട്ട് വലിയ തടി മരങ്ങളാണ് ഒഴുകി വന്നിട്ടുള്ളത്, കടപൊഴുകി വന്നിട്ടുള്ളത്. അത് വേര് കൊടുക്കനെ കടപൊഴുകി വന്നത്. ഈ ഒരു പ്രദേശത്തിന്റെ അങ്ങ് കാണുന്ന ഭാഗമാണ് മുണ്ടക്കൈ, ഈ മലയുടെ. അപ്പോ ഈ ഒരു ഒഴുകുന്ന ഒരു നീലൊഴുക്കുണ്ടല്ലോ, ഈ ചാലിയാറിന്റെ ഒരു ഭാഗം. അപ്പൊ ആ ഒരു കുത്തൊഴുക്കൊക്കെ വലിയ വെല്ലുവിളി ഉണ്ടാവില്ല ആ ഒരു ഭാഗത്ത് സൈന്യത്തിന് ഉൾപ്പെടെ. അവിടെ അപ്പൊ നമ്മൾ ഈ വടമൊക്കെ കെട്ടി അങ്ങോട്ടേക്ക് ആ ഭാഗത്തേക്ക് കിടക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? ഇന്നലെ അവിടെ എന്താ വെച്ചാൽ അവിടുന്ന് ആളുകൾ ഒഴിപ്പിച്ചാലും കന്നുകാലികൾ എന്നാലും ഒഴിപ്പിച്ചിട്ടില്ല. ഒരുപാട് വീടുകൾ കന്നുകാലികളെ കെട്ടിയിട്ട നിലയിലായിരുന്നു. ഇന്നലെ ഇവിടുന്ന് വടം ഉപയോഗിച്ച് നമ്മളെ ആളുകൾ തന്നെ വടം ഉപയോഗിച്ച് അക്കരെ കടത്തി കുറച്ചുപേര് നീന്തി അക്കരെ കടന്നിട്ടാണ് ഇന്നലെ അവിടുത്തെ കന്നുകാലികൾ അയച്ചു വിട്ടത്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു മേഖലയിലേക്ക് കൂടെ എത്തേണ്ടതുണ്ടോ? അത്ര അപ്പുറത്ത് കാണുന്ന ആ പുഴയ്ക്ക് അപ്പുറം ഈ ഒരു വിടവിന് അപ്പുറത്തായി നമുക്ക് എത്തേണ്ടതുണ്ടോ? അങ്ങോട്ടേക്ക് എത്തേണ്ടതുണ്ടോ? അങ്ങോട്ടേക്ക് അവിടുത്തെ സ്ഥിതികൾ എന്താണെന്നുള്ളത് ഇന്നലെ അവിടുത്തെ കന്നുകാലികൾ ഒഴിപ്പിച്ചു എന്നല്ല, അവിടെ ഇനി ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്നുള്ളത് ഒന്നും കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അപ്പൊ മണ്ണുമാന്തി യന്ത്രം ഇങ്ങോട്ട് എത്തിക്കുന്നതിന് നിലവിൽ ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയുന്നത്. മണ്ണുമാന്തിര ഇന്നലെ വൈകിട്ട് വരെ 3 മണ്ണുമാന്തിര ഇവിടെ ഉണ്ടായിരുന്നു. ഇനി കൂടുതൽ വലിയ തോതിലുള്ള, കാരണം ഈ ചെറിയ ഇറ്റാച്ചിക്ക് താങ്ങാവുന്ന കഴിയുന്നതിൽ അപ്പുറം ഭാരമുള്ള മരങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് ഏറ്റവും വേണ്ട വലിയ യന്ത്രങ്ങളെയാണ് ഇങ്ങോട്ട് ആവശ്യം. അതിന്റെ അടിസ്ഥാനത്തിലൊക്കെ കൂടിയാണ് സൈന്യം ഇവിടെ എത്തിയിട്ട് സാഹചര്യം പരിശോധിക്കുന്നത് അല്ലേ? സൈന്യം സാഹചര്യം പരിശോധിക്കുന്നുണ്ട്. അവർ റെസ്ക്യൂവിൽ ഏർപ്പെട്ടിട്ടുണ്ട്.
ഓക്കെ മോത്തി, അപ്പോൾ ദൃശ്യങ്ങൾ കാണാവുന്ന പോലെ സൈന്യം സ്ഥിതിഗതി വിലയിരുത്തുകയാണ്. ഇനി കൂടുതൽ വലിയ യന്ത്രങ്ങൾ വേണം. ഈ പരിമിതികൾ ഏറെയാണ് ഈ ഒരു പ്രദേശത്തുള്ളത്. കാരണം ഇത് ഒക്കെ വകഞ്ഞ് മാറ്റിക്കൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് വേണ്ടത്. യന്ത്രങ്ങളുടെ ഉപകരണങ്ങളുടെ ഒക്കെ സഹായം വേണം. കൂടുതൽ സേന ആവശ്യമാണ്. ഇപ്പോൾ 100ഓളം വരുന്ന ഉദ്യോഗസ്ഥർ, സൈനിക ഉദ്യോഗസ്ഥർ ഇവിടെ തമ്പടിച്ചിരിക്കുന്നതായി നമുക്ക് കാണാം. ഒരു ഭാഗത്ത് വിവിധ മേഖലകളിൽ നിന്നായി നമ്മോടൊക്കെ സംസാരിച്ചത് മലപ്പുറത്തൊക്കെ നിന്നൊക്കെ എത്തിയിട്ടുള്ള സന്നദ്ധ പ്രവർത്തകരാണ്, കണ്ണൂരിൽ നിന്നൊക്കെ എത്തിയ സന്നദ്ധ പ്രവർത്തകരാണ്. അത്തരത്തിൽ അവരുടെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് ഇവിടെ കാണാം. ഇതാ ഈ ഒരു പ്രദേശത്ത് മുണ്ടക്കൈയുടെ ഒരു അരികിലോട് ചേർന്നാണ് ഈ ചാലിയാർ പുഴ ഒഴുകുന്ന, കൈവഴി ഒഴുകുന്ന പ്രദേശം. അതിന് ഇപ്പുറമായാണ് ഈ ചൂരൽമല വില്ലേജ് ഓഫീസിന്റെ ഒരു ഭാഗം. ഇത് രണ്ടും ഏറ്റവും ദുഷ്കരമായ രക്ഷാപ്രവർത്തനം